തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ വിവാദത്തെ തുടർന്ന് കൗൺസിലർമാർ തമ്മിൽ തെരുവുയുദ്ധത്തിന് സമാനമായ കയ്യാങ്കളിയും അതുപോലെ തന്നെ കനത്ത സംഘർഷവുമാണ് അരങ്ങേറിയത്. ബി.ജെ.പി. കൗൺസിലർമാരുടെ പുനർസത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമാണെന്ന് ആരോപിച്ചും മേയർ വി രാജേഷിന് രാജി ആവശ്യപ്പെട്ടും CPM കൗൺസിലർമാർ മേയറുടെ ഓഫീസിന് മുന്നിൽ ശക്തമായ ധർണാ സമരം നടത്തുകയും ചെയ്തു. ഇവിടേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച മേയർ വി രാജേഷിനെ LDF കൗൺസിലർമാർ തടയാൻ ശ്രമിച്ചതോടെയാണ് സ്ഥിതിഗതികൾ വഷളാകുന്നത്. മേയറെ തടഞ്ഞ നടപടിയെ ബി.ജെ.പി. കൗൺസിലർമാർ ശക്തമായി പ്രതിഷേധിച്ചതോടെ അല്ലെങ്കിൽ പ്രതിരോധിച്ചതോടെ ഇരുവിഭാഗം തമ്മിൽ നേർക്കുനേർ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യവും അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയുമായിരുന്നു. മേയറെ ഒരു കാരണവശാലും ഓഫീസിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടായിരുന്നു പ്രതിഷേധക്കാർക്കുണ്ടായത്. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. ഒരിക്കലും ജനാധിപത്യ വിശ്വാസത്തിൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഇതുപോലെ കയറി വരുന്നതും ഈ പറയുന്ന സമരം നടത്തുന്നത് സമാനപരമായിട്ട് ചെയ്യുന്ന ആളുകളെ ആക്രമിക്കാൻ നിങ്ങൾ കണ്ടതല്ലേ? ഈ കനത്ത പ്രതിഷേധത്തിനിടയിൽ അതുപോലുണ്ടായ സംഘർഷത്തിനിടയിലും കാട്ടായിക്കോണം കൗൺസിലർ സിന്ധു ശശി എന്ന വനിതാ കൗൺസിലർക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇവരിവിടെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സംഘർഷത്തിൽ ബി.ജെ.പി. കൗൺസിലർമാർക്കും മേയർക്കും പരിക്കുമേറ്റിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് തടിച്ചുകൂടിയ ഇരുഭാഗത്തെയും പിന്തിരിപ്പിക്കാനായി സ്ഥിതിഗതികൾ ശാന്തമാക്കാനും പോലീസ് കിണഞ്ഞു പരിശ്രമിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇരുഭാഗം പിന്മാറാൻ എന്നാൽ തയ്യാറായതുമില്ലായിരുന്നു. മേയറുടെ രാജി ആവശ്യപ്പെട്ട് CPM കൗൺസിലർമാർ മുദ്രാവാക്യം വിളികളോടെ പ്രതിഷേധിച്ചപ്പോൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ CPM പ്രവർത്തകരും അതുപോലെ അവിടെ സ്ഥലത്തേക്ക് എത്തിയതോടെ കോർപ്പറേഷൻ പരിസരം സത്യത്തിലൊരു യുദ്ധക്കളമായി മാറുന്ന സാഹചര്യവും ഉണ്ടായി. കനത്ത പ്രതിഷേധങ്ങൾക്കും ഉന്തും തള്ളിനും ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് മേയറും ഡെപ്യൂട്ടി മേയറും ഓഫീസിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഓഫീസിലെ കസേരയിൽ ഇരുന്ന ശേഷം മേയർ വി രാജേഷ് കടുത്ത ഭാഷയിലാണ് മാധ്യമങ്ങളോട് പോലും പ്രതികരിച്ചത്. നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് കണ്ടുവരാം. എന്റെ കാലിന് നല്ല പെയിനുണ്ട്, എന്താണെന്ന് നോക്കണം. എന്നേക്കാൾ കൂടുതൽ പേർക്ക് മറ്റുള്ള കൗൺസിലർമാർക്കുണ്ട്. അങ്ങനെ മേയറുടെ ഓഫീസിൽ ജനങ്ങൾക്ക് കയറാൻ പാടില്ല, മേയർക്ക് കയറാൻ പാടില്ല, ഡെപ്യൂട്ടി മേയർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ തീരുമാനിക്കുക ഇവരാരാ? ഇല്ല.
അങ്ങനെ എന്തേ നിങ്ങൾ കണ്ടില്ലേ രാവിലെ 10 മണി മുതൽ ഇവിടെ വന്ന ആൾക്കാരെ മുഴുവൻ അവർ തടയില്ലേ. എന്നെ മാത്രമല്ലല്ലോ, 10 മണി മുതൽ പാവപ്പെട്ട ആൾക്കാർ അപേക്ഷയും കൊണ്ട് മേയറെ കാണാൻ വരുമ്പോഴേക്കും മേയറെ കാണാൻ പറ്റില്ല, മേയറുടെ റൂമിൽ കയറാൻ പറ്റില്ല. എന്റെ റൂമിൽ ആർക്കും കയറാം, ഏത് സമയം തുറന്നിട്ടിരിക്കാനുള്ള. ഇത് പൂട്ടാറില്ല. സ്റ്റാഫിന് വരാം, ജനങ്ങൾ വന്ന് ഇവിടെ ഇരിക്കും. ഞാൻ വരുമ്പോൾ അവർക്ക് ആർക്കും ഇവിടെ വരാൻ പാടില്ല. അവരെല്ലാം ഭയപ്പെടുത്തി വിടുകയാണ്. ആരാണ് ഇവിടെ? അല്ല, അങ്ങനെ പുറകിലുള്ള ഗേറ്റിലൂടെ കടക്കാൻ വേണ്ടി വേറെ ആളെ നോക്കിയാൽ മതി. മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കാനല്ലേ എന്നെ മേയറാക്കിയിരിക്കുന്നത്. പുറകത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടുള്ളൂ. മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടില്ല. ഞങ്ങൾ മുമ്പത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ കടന്നില്ലേ? മുമ്പത്തെ ഗേറ്റിലൂടെ കടന്നില്ലേ? അവർ പുറത്ത് തന്നെ ഇരിക്കുകയല്ലേ? ദാ കടന്നിരിക്കുകയാണ് എല്ലാവരും. അതുകൊണ്ട് അതൊക്കെ കയ്യിൽ വെച്ചത്, അതൊക്കെ AK സെന്ററിൽ പോയി പറഞ്ഞാൽ മതി. പരിക്കേറ്റ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ കാലിന് നല്ല പെയിനുണ്ട്, ഇടത് കാലിന്. ചെരുപ്പ് അവിടെ പോയി. സംഭവിച്ചത് എന്താന്ന് അല്ല, ഞാൻ ചോദിക്കട്ടെ, മേയറെ കാണാൻ വരുന്നവരെ രാവിലെ മുതൽ ഭീഷണിപ്പെടുത്തി വിടുക. മേയർ വന്നപ്പോൾ തന്നെ മുമ്പ് നിന്ന് കുറച്ചൊരു മുദ്രാവാക്യം വിളിക്കുക. അവരെ മുദ്രാവാക്യത്തിന് കീഴടങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോകണോ? എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്, കളക്ടർ സത്യപ്രതിജ്ഞ ഇവിടെ അയച്ചത് ജനങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി മേയറുടെ റൂമിൽ നിന്ന് പ്രവർത്തിക്കാനാണ്. അതിനുവേണ്ടി വരുമ്പോഴേക്കും അതിന്റെ മുമ്പിൽ കസേര വിളിച്ചിട്ട് അവർക്ക് ചെയ്യാമല്ലോ, 2 സൈഡിലും സമരം ചെയ്യാമല്ലോ. ഞങ്ങളൊന്നും പറയില്ല. ഈ റോഡിന്റെ 2 സൈഡിലും അവർ സമരം ചെയ്യുന്നു. അവരുടെ സമരത്തിന് ഞങ്ങൾ എപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട്. അവരുടെ സമരം ചെയ്യാനുള്ള അവകാശമാണ്, ഞങ്ങൾ അതിനെ ബഹുമാനിക്കുന്നു. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മേയറുടെ റൂമിൽ കയറാൻ സമ്മതിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കൂ? അതൊക്കെ അവരുടെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളണം. അത് നടക്കില്ല. ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ മേയറുടെ ഓഫീസിൽ ഒരു ദിവസം പോലും മേയറെ കയറാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമെങ്കിലും ഞങ്ങളിവിടെ സമരം നടത്തിയതിന്റെ റെക്കോർഡുകൾ കാണിക്കൂ. നിങ്ങളൊരു വിഷയമുണ്ടോ? ഞങ്ങൾ ചെയ്തിട്ടില്ല. മേയർ ഓഫീസിൽ കയറാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങ് നടത്തിയിട്ടില്ല. പിന്നെ മേയറുടെ കസേര ഡോറിന്റെ മുമ്പിൽ കസേര എടുത്തിട്ടിട്ട് അവരിരിക്കെ രാവിലെ മുതൽ വന്നു പോകുന്ന ആൾക്കാരെയൊക്കെ തന്നെ പേടിപ്പിച്ച് വിടുകയും ചെയ്യുന്ന അങ്ങനെയല്ലേ? എനിക്ക് രാവിലെ 2 ചടങ്ങുള്ളതുകൊണ്ട് 9:30 ഇവിടെ എത്തേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് എത്തിയപ്പോഴേക്കും ഓഫീസിൽ കയറാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ പറ്റില്ല. ജനാധിപത്യ സമരം ചെയ്തു ഒരു കാരണവശാലും അല്ല. അതൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തല്ലോ. ഞാൻ ഡൽഹിയിൽ വെച്ച് അന്ന് മറുപടി പറഞ്ഞു. അതൊക്കെ അതൊന്നുമല്ല പ്രശ്നം. കോർപ്പറേഷൻ ഓഫീസിൽ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുന്നില്ല. വനിതകളായിട്ടുള്ള ജയിച്ചു വന്ന ജനപ്രതിനിധികളെ ആക്രമിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് അവർ അവസാനിപ്പിച്ചേ പറ്റൂ. അതിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. തന്നെ കാണാനെത്തിയ സാധാരണക്കാരായ ജനങ്ങളെ പോലും പ്രതിഷേധക്കാർ തടഞ്ഞുവെന്നും ഇതൊരിക്കലും അനുവദിക്കാൻ സാധിക്കില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. സംഘർഷത്തിൽ തന്റെ കാലിന് പരിക്കേറ്റിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയ മേയർ തന്നെ ഓഫീസിൽ കയറ്റിയില്ലെന്ന് തിട്ടൂരം പുറപ്പെടുവിക്കാൻ LDFന് ആരാണ് അധികാരം നൽകിയെന്ന് ചോദിക്കുകയും ചെയ്തു. ഇത്തരം അക്രമ രാഷ്ട്രീയത്തെ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നും BJP കൗൺസിലർമാർക്ക് നേരെയും വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായതെന്നും പോലും മേയർ VV രാജേഷ് പ്രതികരിക്കുകയും ചെയ്തു. പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ LDF കൗൺസിലർമാർ മുദ്രാവാക്യം വിളികളുമായി മേയറുടെ ഓഫീസിന് പുറത്തും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർമാർ തങ്ങളുടെ ഇഷ്ടദേവീ ദേവന്മാരുടെ അതുപോലെ ബലിദാനികളുടെയും പേരിൽ നടത്തിയ സത്യപ്രതിജ്ഞ കോടതി അസാധുവാക്കിയതാണ് ഈ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പോലും തുടക്കമിട്ടത്. കോടതി നിർദ്ദേശപ്രകാരം 20 BJP കൗൺസിലർമാർക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഹൈക്കോടതി ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകം ഇവർ ദൈവനാമത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലർമാരായി യോഗ്യതയും നേടി. എന്നാൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പൂർണ്ണമായ അസാന്നിധ്യത്തിലാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടന്നതെന്നും തികച്ചും രഹസ്യമായാണ് BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തതെന്നും ആരോപിച്ച് LDFും UDFും ഉയർത്തുന്ന ശക്തമായ ആരോപണങ്ങളും രാഷ്ട്രീയ നിലപാടുകളും ഇനി നമുക്ക് കേൾക്കുക കൂടി ചെയ്യാം. അത് അവർക്ക് എന്താണ് പറയുന്നത് കൂടി കേൾക്കാം. ഇന്നലെ യഥാർത്ഥത്തിൽ കോടതി പറഞ്ഞ അനുസരിച്ച് എല്ലാ കൗൺസിലർമാരെയും ഒന്ന് വിളിക്കണ്ടേ? എല്ലാ കൗൺസിലർമാരെയും അറിയിച്ചില്ലല്ലോ. അവർക്ക് വേണ്ടപ്പെട്ട 19 കൗൺസിലർമാരെ വിളിച്ചൊരു നോട്ടീസ് കൊടുത്ത് നോട്ടീസിന് മറുപടി വാങ്ങിച്ചല്ലേ ഇന്നലെ ചെയ്തത്. അതിലൊരു പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോടതി പറഞ്ഞതിനെ പോലും പൂർണ്ണമായി അംഗീകരിക്കാതെയല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതാണ് പ്രശ്നം. എന്താ ഇല്ല, അറിയിപ്പൊന്നും കൊടുത്തിട്ടില്ല. അവർ അറിയിപ്പ് കൊടുത്തിട്ടില്ല. 4:30 മണിക്ക് പിന്നെ വാട്സപ്പ് മെസ്സേജ് ഇട്ട് ചെയ്ത് അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു സത്യപ്രതിജ്ഞ ചെയ്യേണ്ട അങ്ങനെയാണോ? രണ്ട് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. 12-ാം തീയതി 1 മാസം കഴിഞ്ഞു. ഇപ്പോൾ 29-ാം തീയതിയിലേക്ക് അവർ നോട്ടീസ് തയ്യാറാക്കുന്നു എന്നാണ് അറിയുന്നത്. അത് വെയിറ്റ് ചെയ്യുന്നത് സുഗതൻ ഏതെങ്കിലും രൂപത്തിൽ ജാമ്യം കിട്ടാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. മേയർ പറഞ്ഞത് ഏപ്രിൽ മാസത്തിലെ യോഗത്തിൽ പങ്കെടുത്തു, മെയിൽ മാത്രമാണ് പങ്കെടുക്കാതിരുന്നത്, അതിന് രേഖകൾ ഉണ്ടെന്നാണ്. അതെ, എവിടെന്നെങ്കിലും പിന്നെ ഇത് തയ്യാറാക്കി ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചു കാണും. അതെല്ലാം നമുക്ക് നിയമപരമായിട്ട് നോക്കാൻ പറ്റും. ഒരാൾ എവിടെ ഉണ്ടായിരുന്നു എന്ന് ഇന്നത്തെ നിലയിൽ നമുക്കറിയാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമരം തുടരുകയാണ്, യാതൊരു സംശയമില്ല. ഞങ്ങൾ പറഞ്ഞതനുസരിച്ചുള്ള സമരം തുടരുകയാണ്. അല്ല, ഇപ്പൊ ഞങ്ങളുടെ കൗൺസിലർമാരെല്ലാം ഞങ്ങൾ പുറത്തോട്ടിറങ്ങാൻ പറഞ്ഞു.
ഇങ്ങനെ ഉപദ്രവിക്കുക, പോലീസിനെ ഉപദ്രവിക്കുക, പോലീസ് നോയിക്കൊണ്ട് നിൽക്കുക. എന്താണ് ഈ നടക്കുന്നത്? സമരം ചെയ്യാനുള്ള അവകാശമില്ലേ? ഈ കോർപ്പറേഷനിൽ സമരം ചെയ്യാനുള്ള അവകാശമില്ലേ? BJP ഏകാധിപത്യപരമായിട്ടാണോ പെരുമാറുന്നത്? ഇല്ല, പോലീസുകാർ മാറി നിന്ന് കൊടുത്തു. അത് ശരിയായ രീതിയല്ല. സാധാരണ നിലയിൽ ഇവർ വരുമ്പോൾ രണ്ട് ഭാഗത്തായിട്ട് പോലീസ് നിന്ന് അപ്പുറത്ത് LDF-ഉം ഇപ്പുറത്ത് BJP നിർത്തണം. അത് നടന്നിട്ടില്ല. അപ്പൊ പോലീസുകാർക്കും കിട്ടി. പോലീസുകാരാണ് അടിക്കുകയാണ്. വനിതാ പോലീസിനെ ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയതേ ഉള്ളൂ ആശുപത്രിയിലേക്ക്. ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല, അവർ ഉപദ്രവിച്ചിട്ടാണ്. കസേര എടുത്ത് അടിക്കുകയാണ്. ഈ ആരെയാണ് അടിക്കുന്നത്? ഇവിടെ മുൻ മേയറെ അടക്കം അവർ ചവിട്ടി തള്ളി തറയിട്ട് ഉപദ്രവിക്കുകയല്ലേ ചെയ്തത്. 3 വനിതാ കൗൺസിലർമാരാണ് ഇപ്പോൾ ആശുപത്രിയിലായത്. 3 പേരാണ്. എന്ത് ന്യായമാണ് ഈ പറയുന്നത്? കൃത്യമായ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പുനർസത്യപ്രതിജ്ഞ നടത്തിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. കാപ്പ കേസിൽ പ്രതിയായി അറസ്റ്റിലായ BJP കൗൺസിലർ സുഗതനെ കൗൺസിലിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് LDF കോർപ്പറേഷനിൽ ശക്തമായ സമരം നടത്തുന്നതിനിടയിലാണ് ഹൈക്കോടതിയിൽ നിന്നും 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കൂടി വരുന്നത്. ഏതാണ്ട് കൂനിൽമേൽ കുരു പോലെ എന്നുള്ള അവസ്ഥയിലാണ് BJP ഇപ്പോൾ തലസ്ഥാനത്ത് തന്നെ നിൽക്കുന്നത്. കാരണം ആദ്യം സുഗതന്റെ കാര്യത്തിൽ തിരിച്ചടി കിട്ടിയെങ്കിൽ പിന്നീട് സത്യപ്രതിജ്ഞയുടെ കാര്യത്തിലും BJP കൗൺസിലർമാർക്കും മേയർ VV രാജേഷിനും തിരിച്ചടി ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. BJP കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തതോടെ മുമ്പ് നടന്ന മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായും അസാധുവായെന്നാണ് LDF രാഷ്ട്രീയപരമായി വാദിക്കുന്നത്. അതിനാൽ നിലവിലെ മേയറും ഡെപ്യൂട്ടി മേയറും അടിയന്തരമായി രാജിവെക്കണമെന്ന് കോർപ്പറേഷനിൽ വീണ്ടും ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ് LDFന്റെ പ്രധാന ആവശ്യം. അതേസമയം കോർപ്പറേഷനിലെ മറ്റൊരു വിവാദ നായകനായ BJP കൗൺസിലർ സുഗതനെതിരെ കാപ്പ ചുമത്തിയ നടപടിക്ക് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ ഔദ്യോഗികമായി അംഗീകാരം കൂടി നൽകിയിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലർ സ്ഥാനത്ത് തുടരാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് സുഗതൻ ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ കാപ്പ നിയമപ്രകാരമുള്ള നടപടികളിൽ ഇളവ് തേടിക്കൊണ്ട് കാപ്പ ബോർഡിന് മുന്നിൽ സുഗതൻ അപ്പീലും നൽകുന്നുണ്ട്. BJP കൗൺസിലർമാർ ധൃതി പിടിച്ച് നടത്തിയ പുനർസത്യപ്രതിജ്ഞ പൂർണ്ണമായും ചട്ടവിരുദ്ധമാണെന്ന പ്രതിപക്ഷത്തിന്റെ പരാതികൾ ശക്തമായ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടാൻ തീരുമാനിച്ചിരിക്കുക കൂടിയാണ്. സത്യപ്രതിജ്ഞ വിവാദവും തുടർന്നുണ്ടായ കയ്യാങ്കളിയും തിരുവനന്തപുരം കോർപ്പറേഷനെ വരും ദിവസങ്ങളിൽ കടുത്ത രാഷ്ട്രീയ സംഘർഷത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള നാടകീയ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൗൺസിൽ ഹാളും അതുപോലെ പരിസരവും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരസഭയുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ജനപ്രതിനിധികൾ പരസ്പരം തെരുവ് ഗുണ്ടകളെ പോലെ പെരുമാറുന്നത് തികച്ചും നിർഭാഗ്യകരമാണെന്നാണ് പൊതുസമൂഹം പോലും വിലയിരുത്തുന്നത്. ഒരു വശത്ത് വികസന പ്രവർത്തനങ്ങളും ജനകീയ പ്രശ്നങ്ങളും ചർച്ച ചെയ്യേണ്ട കൗൺസിൽ ഇപ്പോൾ വെറും രാഷ്ട്രീയ പകപോക്കലുകൾക്കും നിയമയുദ്ധങ്ങൾക്കും മാത്രമുള്ള വേദിയായി മാറിയിരിക്കുക കൂടിയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് മുതൽ അപ്പോൾ തന്നെ കോർപ്പറേഷനിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നിരന്തരമായ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നികുതി പണത്തിന്റെ വിനിയോഗം, താൽക്കാലിക നിയമനങ്ങൾ, അഴിമതി ആരോപണങ്ങൾ എന്നിവയെല്ലാം നഗരസഭയെ മുമ്പും പുകഴ്ത്തിയിരുന്നുവെങ്കിലും ഇപ്പോഴുണ്ടായ സത്യപ്രതിജ്ഞ വിവാദം എല്ലാ മതിലങ്ങളും ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ലംഘിക്കുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ്. അതായത് VV രാജേഷ് അധികാരത്തിലേറെ ഉടൻ തന്നെ കഴിഞ്ഞ കൗൺസിലിന്റെ ഭാഗത്തു നിന്നുണ്ടായ അഴിമതികളെല്ലാം അന്വേഷിക്കുമെന്നും അതിൽ നടപടിയെടുക്കുമെന്നും പറഞ്ഞത്. കൂടാതെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അവിടെ മുതൽ പിന്നെ ഇങ്ങോട്ട് തർക്കങ്ങളുടെ ബഹളമാണ്. കോർപ്പറേഷനിലെ 20ഓളം കൗൺസിലർമാരുടെ നിയമപരമായ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടതോടെ നഗരസഭയുടെ ഭരണപരമായ സുസ്ഥിരതയും അതുപോലെ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി നേരിടുക കൂടിയാണ്. കോടതി വിധി വന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ പ്രതിപക്ഷത്തെ ആരെയും അറിയിക്കാതെ അതീവ രഹസ്യമായി സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയാക്കാൻ BJP നേതൃത്വം കാണിച്ച അമിതമായ ധൃതിയാണ് LDF കൗൺസിലർമാരെ കൂടുതൽ ചൊടിപ്പിച്ചത്. കൃത്യമായ നോട്ടീസോ ജനാധിപത്യപരമായ സുതാര്യതയോ ഇല്ലാതെയാണ് ഈ ചടങ്ങുകൾ നടത്തിയെന്ന വാദത്തിൽ പ്രതിപക്ഷം ശക്തമായി ഉറച്ചു നിൽക്കുന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കൗൺസിലർമാരെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ രഹസ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നാണ് LDF കോർപ്പറേഷൻ കമ്മിറ്റി പ്രസ്താവനയോടെ അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയത്തെ കേവലം കോർപ്പറേഷനുകൾക്കുള്ളിലെ ഒരു തർക്കമായി മാത്രം ഒതുക്കാൻ LDF തയ്യാറല്ല. സംസ്ഥാന തലത്തിൽ തന്നെ BJPക്കെതിരെയുള്ള വലിയൊരു രാഷ്ട്രീയമാക്കി ഇതിനെ മാറ്റാനാണ് ഇടതു മുന്നണിയുടെ നീക്കം. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പഠനങ്ങളും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളും സംഘടിപ്പിക്കാനും LDFും തീരുമാനിച്ചിട്ടുണ്ട്. മറുവശത്ത് തങ്ങൾ നിയമപരമായി മാത്രമാണ് മുന്നോട്ട് പോയതെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് പുനർസത്യപ്രതിജ്ഞ നടത്തിയതെന്നും BJP കൗൺസിൽ പാർട്ടി വ്യക്തമാക്കുകയും ചെയ്തു. മറുഭാഗത്ത് വലിയ തരത്തിലുള്ള സംഘർഷമാണ് ഇപ്പോൾ കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എന്താകുമെന്നൊരു കണ്ടറിയിക്കുന്നത് ഒന്ന് സുഗതനകത്താണ്. സുഗതനകത്തായതുകൊണ്ട് തന്നെ BJP വലിയ പ്രശ്നത്തിലുമാണ്. ആ പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വലിയ തിരിച്ചടിയായിട്ട് 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ലംഘനം ഉണ്ടാകുന്നതും അതിൻ്റെ പേരിൽ കോടതി
വാളെടുക്കുന്നതും അല്ലെങ്കിൽ വടിയെടുക്കുന്നതും. അതോടുകൂടി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. ആ സത്യപ്രതിജ്ഞയാണ് നിയമലംഘനം എന്ന് പറഞ്ഞുകൊണ്ട് LDF രംഗത്ത് വന്നത്. ഇതൊന്നും കൂടാതെ ഈ രാഷ്ട്രീയ പോരാട്ടം വലിയ തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് BJP ഇനി പിടിച്ചു നിൽക്കുമോ ഇല്ലോ എന്നാണ് കണ്ടറിയേണ്ടത്. കാരണം സുഗതനില്ല, അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം തെളിയിക്കാൻ ബുദ്ധിമുട്ടുമാണ്. ഭൂരിപക്ഷം ഇല്ലെങ്കിൽ സ്വാഭാവികമായും BJPക്ക് അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. മാത്രമല്ല സുഗതന്റെ മണ്ഡലം അല്ലെങ്കിൽ സുഗതന്റെ വാർഡ് എന്ന് പറയുന്നത് അവിടെ ഒരുപക്ഷെ ഇനിയൊരു റീ എലക്ഷൻ ഉണ്ടായാൽ അത് അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ BJPക്ക് പകരം CPM ആയിരിക്കും ജയിക്കുക എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് LDF സമരവുമായി രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായാൽ BJPക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കാതെ വരികയും ഒരുപക്ഷെ തിരുവനന്തപുരത്തെ ഈ ഭരണം തന്നെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അത് മുൻകൂട്ടി മനസ്സിലാക്കി തന്നെയാണ് LDF കൃത്യമായ കരുനീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നതും ഈ സമരങ്ങളെല്ലാം നടത്തുന്നതും.